നമ്മുടെ വാട്സപ്പിനകത്തൂടി നമുക്ക് ഓരോ ഗ്രൂപ്പുകൾ വഴിയൊക്കെ വരുന്ന അനാവശ്യമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്ന ഒരു പ്രവണതയുണ്ട് നമ്മുടെ ഫോട്ടോസിലോട്ട്. അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഏരിയയിലോട്ട് എത്താനായിട്ട് കഴിയും. ഇവിടെ താഴെ നമുക്ക് റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്നുള്ള ഏരിയ കാണാം. അതിൽ നമ്മൾ ടാപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ വാട്സപ്പ് സെറ്റിങ്സിലോട്ട് എത്തി. അപ്പോൾ ഈ സെറ്റിങ്സ് എന്നുള്ള ഏരിയയിൽ നമ്മൾ ജസ്റ്റ് താഴോട്ടൊന്ന് പോകുന്ന സമയത്ത് നമുക്കിവിടെ കൃത്യമായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഏരിയ കാണാനായിട്ട് കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് വീണ്ടും ഈ ഏരിയയിൽ കാണാം. ഇതിൽ താഴെയായിട്ട് നമുക്കിവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അതിന് താഴെയായിട്ട് ഫോട്ടോസ്, ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ കാണാം. ഇത് ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് തന്നെ ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ നെവർ എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ഓരോ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും മറ്റ് പല കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മൊബൈൽ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ആവുന്നത് നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ഇവിടെ ചെയ്ത് തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിലും ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.